ഇന്ന് അമ്മമാരുടെ ദിവസമാണെന്ന് കേട്ടപ്പോൾ എനിക്ക് അവനെയാണ് ഓർമ്മ വന്നത്, എൻ്റെ ബാല്യകാല സുഹൃത്ത് സിയാദിനെ. ഇപ്പോൾ കുറച്ചു കാലമായി അമ്മ, മകൻ എന്നിങ്ങനെ രണ്ട് വാക്കുകളും അവരിൽ കുരുങ്ങിക്കിടക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും മനോഹരമായ നിലയിൽ ഈ രണ്ട് വാക്കുകളെ ജീവിതം കൊണ്ട് മോടി പിടിപ്പിച്ച രണ്ടുപേരെ എനിക്ക് ജീവിതം കൊണ്ടറിയില്ല. കഴിഞ്ഞ മാർച്ച് മാസം അവൻ മരിച്ചുപോയി. പക്ഷേ അതിനു മുമ്പ് അവൻ ആരാണെന്നത് പറയാം. എൻ്റെ കൂടെ 10ാം ക്ലാസ് വരെ ഒരുമിച്ച് ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവനാണ്. വാപ്പ കൂലിപ്പണിക്കാരനാണ്. അയാൾ നന്നായി പുകവലിയുള്ള ആളുമായിരുന്നു. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അവൻ വാപ്പയെ അനുകരിച്ച് വലി തുടങ്ങി. അയാൾ വലിച്ചുപേക്ഷിച്ച മുറി വീടികൾ പെറുക്കി സൂക്ഷിക്കുക അവൻ്റെ പതിവായിരുന്നു. അതായിരുന്നു അവൻ്റെ പുകവലി സമ്പാദ്യം. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൻ വേറെ സ്കൂളിൽ ചേർന്നു. കൂട്ടുകാർ മാറിയപ്പോൾ അവന് വീണ്ടും മറ്റൊരു ശീലം കൂടി കൈവന്നു. അത് മദ്യപിക്കുക എന്നതായിരുന്നു. അതോടെ അവനുമായുള്ള പഴയ കൂട്ടുകെട്ട് ഞാൻ പൂർണ്ണമായും ഉപേക്ഷിച്ചു. പിന്നെ കാണുന്നത് അവൻ്റെ ഉപ്പാൻ്റെ മരണത്തിനാണ്. 4 വർഷം മുമ്പായിരുന്നു അത്. അപ്പോഴേക്ക് അവനും നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കൂലിപ്പണിക്കാരനായി മാറിയിരുന്നു. കൂലിപ്പണി എന്നാൽ അവൻ ചെയ്യാത്ത പണി ഒന്നുമില്ല എന്ന് വേണേൽ പറയാം. എന്തു പണിക്കും പോകും. വൈകുന്നേരമാവുമ്പോൾ 1000-ൽ കുറയാതെ സമ്പാദിക്കുകയും അതിൽ പകുതി കൃത്യമായി വീട്ടിലേൽപ്പിക്കുകയും ചെയ്യും. എന്നാൽ നിത്യവും സമ്പാദിക്കുന്ന പണത്തിൻ്റെ പകുതി അവനെ ഒരു മുഴുക്കുടിയനും തെമ്മാടിയുമായി മാറ്റിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് പെട്ടെന്നൊരു ദിവസം അവൻ്റെ വാപ്പ മരിക്കുന്നതും ഉമ്മ തളർന്നു വീഴുന്നതും. ഒരു റമദാനിൽ നോമ്പ് മാസമായിരുന്നു അത്. ഉമ്മ കിടപ്പിലാവുക മാത്രമായിരുന്നില്ല, അവർക്ക് ഓർമ്മ നഷ്ടപ്പെട്ട പോലെ ഒരവസ്ഥ കൂടിയായിരുന്നു. ഉപ്പ മരിച്ചതൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, അവർക്ക് എല്ലാ ദിവസവും നോമ്പായിരുന്നു. ഒരിക്കലും തീരാത്ത റമദാൻ മാസം. പിന്നീട് അവൻ്റെ മരണമറിഞ്ഞ് ചെല്ലുന്ന ദിവസമാണ് ബാക്കി കാര്യങ്ങൾ മുഴുവൻ ഞാൻ അറിയുന്നത്. അവൻ വീടും പുരയിടവുമൊക്കെ വിറ്റ് മറ്റൊരിടത്ത് വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നതുകൊണ്ടും പഴയ ആ സൗഹൃദം നമ്മളിൽ ഇല്ലാത്തതുകൊണ്ടും ഞാൻ അവനെക്കുറിച്ച് അറിയാനോ അന്വേഷിക്കാനോ പോയിരുന്നില്ല എന്നതാണ് സത്യം. അവൻ്റെ മരണമറിഞ്ഞ് ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ നാട് മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇത്രയും പ്രിയപ്പെട്ടൊരു മനുഷ്യനായി അവൻ മാറിയത് എങ്ങനെയെന്ന് അത്ഭുതപ്പെട്ട് ഞാൻ നിൽക്കുമ്പോഴാണ് അവിടെ അടുത്ത് താമസിക്കുന്ന ഒരു സുഹൃത്തിനെ കാണുന്നതും പരിചയപ്പെടുന്നതും കാര്യങ്ങൾ സംസാരിക്കുന്നതും. അവൻ പറഞ്ഞാണ് ഞാൻ ആ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ അറിയുന്നത്. എനിക്ക് അത്ഭുതം തോന്നിയെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോവും. കാരണം എനിക്ക് രോമങ്ങൾ എഴുന്നേറ്റ് ഓരോ നിമിഷവും തുള്ളുന്നത് പോലെ തോന്നി. ഞാൻ അവനുമായി ആദ്യമായി സംസാരിക്കുന്നത് ഒരു വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ വെച്ചാണ്. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ 3 വർഷം മുമ്പ് താമസമാക്കിയതാണെന്നും വാടകയ്ക്ക് താമസിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു അവൻ എന്നോട് സംസാരിച്ചു തുടങ്ങിയത്. സിയാദിനെക്കുറിച്ച് എൻ്റെ ആ കൂട്ടുകാരൻ ഓരോന്നോരോന്നായി പറയാൻ ആരംഭിച്ചു. ഞാൻ കാതുകൾ കൂർപ്പിച്ച് കേട്ടിരുന്നു. ഈ നാട്ടിൽ അവനെപ്പോലെ മാന്യനായ ഒരാൾ ഉണ്ടെന്ന് തോന്നുന്നില്ലടാ. അത്രയും പാവം. എല്ലാ ദിവസവും 5 നേരം കൃത്യമായി നിസ്കരിക്കാനെത്തും. നിസ്കാരം കഴിഞ്ഞാൽ നീണ്ട സമയം കൈകളുയർത്തി പ്രാർത്ഥന നടത്തും. ഞങ്ങളൊക്കെ കൂട്ടം കൂടി നിന്ന് കഥകൾ പറയുമ്പോൾ ഞങ്ങളെ നോക്കി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്ത് പള്ളിയിലേക്കും വീട്ടിലേക്കും പോകുന്ന ഒരാൾ. ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഥകൾ പറയാൻ ഒരിക്കൽ പോലും അവനെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. ഉമ്മാന്ന് പറഞ്ഞാൽ അവൻ അങ്ങനെയാണ്. ഒരു നിമിഷം അടുത്തില്ലാതെ പറ്റില്ല. അപ്പോൾ അവൻ കുടിയും വലിയുമൊക്കെ ഉപേക്ഷിച്ചെന്നോ അത്ഭുതത്തോടെ ഞാൻ ചോദിച്ചു. എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നവൻ്റെ മുഖം ചുവന്നു. വളരെ അമ്പരപ്പോടെ അവൻ എന്നെ നോക്കി. നീ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? സിയാദിനെക്കുറിച്ച് തന്നെയാണോ? അവൻ എന്നെ നോക്കി. അതെ, ഞാൻ തലയാട്ടി. സിയാദിന് ഒരു വക ദുശ്ശീലങ്ങളും ഉള്ളതായി ഞങ്ങൾക്കറിയില്ല. ഞാനതൊന്നും കണ്ടിട്ടുമില്ല. കഴിഞ്ഞ 2 വർഷമായി എല്ലാ ദിവസവും നോമ്പ് നോറ്റ ഒരാളെക്കുറിച്ചാണോ നീ ഇതൊക്കെ പറയുന്നത്? അവൻ എന്നെ നോക്കി ചോദിച്ചു. ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അവൻ തുടർന്നു. ഞാൻ അവനുമായി സൗഹൃദത്തിലായതിനു ശേഷം ഒരിക്കൽ അവൻ്റെ വീട്ടിൽ പോയിരുന്നു. അന്ന് ഞാൻ കണ്ട കാഴ്ച എൻ്റെ ഹൃദയത്തിൽ അവനോട് വല്ലാത്ത ആദരവ് തോന്നിപ്പിച്ച ഒന്നായിരുന്നു. അവനൊന്ന് ദീർഘമായി ശ്വാസമെടുത്ത് പുറത്തുവിട്ട ശേഷം തുടർന്നു. ഉമ്മ ബെഡിൽ ഒരേ കിടപ്പാണ്. ഉപ്പ മരിച്ചതിൻ്റെ ഷോക്കിൽ സംഭവിച്ചതാണ് എന്നാണ് അവൻ പറഞ്ഞത്. അധിക നേരം ഉമ്മാനെ വിട്ടു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവൻ ജോലിക്ക് പോകുന്നത് ഉപേക്ഷിച്ച് വീടും പുരയിടവുമൊക്കെ വിറ്റ് അതിൻ്റെ പണം കൊണ്ടാണ് ഉമ്മാനെ ചികിത്സിക്കുന്നതും വീട്ടുചെലവ് നോക്കുന്നതെന്നും എന്നോട് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ മയ്യത്തെടുക്കാൻ സമയമായി എന്ന വിവരം ആരോ വിളിച്ചു പറയുന്നത് കേട്ടു. ഞങ്ങൾ സംസാരം നിർത്തി അവൻ്റെ അടുത്തേക്ക് നടന്നു. ഉമ്മയെ കിടത്തിയിരിക്കുന്ന മുറി പൂട്ടിയിരിക്കുകയാണ്. ഉമ്മയോട് മരണവിവരം പറയാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ആർക്കും
അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, ഭർത്താവ് പെട്ടെന്നൊരു ദിവസം മരിച്ചത് കേട്ടപ്പോഴാണ് അവർ തളർന്നു വീണത്. അത്രയും ദുർബല മനസ്സിന്റെ ഉടമയായ ഒരു സ്ത്രീക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു വാർത്ത കൂടി താങ്ങാൻ കഴിയുമെന്ന വാദം അവിടെ കൂടിയ ആർക്കും ഉണ്ടായിരുന്നില്ല. എല്ലാവരും കൂടി പറയണ്ട എന്ന തീരുമാനമെടുക്കുകയായിരുന്നു. അവന്റെ കബറടക്കം കഴിഞ്ഞ് ഞാൻ എൻ്റെ സുഹൃത്തുമായി പള്ളിയുടെ പുറത്തെ നെല്ലിമരത്തിന്റെ ചുവട്ടിൽ നിന്ന് ബാക്കി സംസാരിക്കാൻ ആരംഭിച്ചു. എടാ, നിനക്കൊരു കാര്യം അറിയോ? അവൻ തുടർന്നു. അവൻ കഴിഞ്ഞ 2 വർഷമായി നോമ്പുകാരനാണ്. അന്ന് ഞാൻ അവൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് അതറിയുന്നത്. ആ വീട്ടിൽ കഴിക്കാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ചോദിച്ചപ്പോൾ നോമ്പാണെന്ന് പറഞ്ഞു. ഞാൻ അവനോട് കാരണം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഉമ്മാക്ക് ദിവസവും നോമ്പ് പിടിക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കും എന്നാണ്. നോമ്പുമാസമായിട്ട് പകൽ വെള്ളം കുടിക്കുന്നതോ ആഹാരം കഴിക്കുന്നതോ ഉമ്മാക്ക് സഹിക്കില്ല. അവൻ എന്നോട് അത് പറയുമ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു, അതിന് ഇത് നോമ്പുമാസമല്ലല്ലോ സിയാദെ, ഉമ്മാക്ക് അങ്ങനെ തോന്നുന്നതല്ലേ, എന്തിനാ വെറുതെ ഇങ്ങനെ പട്ടിണി കിടക്കുന്നത്? ഞാൻ എൻ്റെ ഉള്ളിലെ സംശയം പുറത്തെടുത്തിട്ടു. അതിന് മറുപടിയായി അവനൊന്ന് ചിരിക്കുകയാണ് ചെയ്തത്. നീ ഉമ്മാന്റെ മുന്നിൽ മാത്രം ഒന്നും കഴിക്കാതെ നിന്നാൽ മതിയല്ലോ, എന്തിനാ വെറുതെ നോമ്പ് പിടിച്ച് ശരീരം ഇങ്ങനെ ക്ഷീണിപ്പിക്കുന്നത്? ഞാൻ അവനോട് സ്നേഹത്തോടെ ചോദിച്ചു. ഉമ്മാന്റെ മുന്നിൽ അഭിനയിച്ചാൽ മതി, ശരിയാണ്. പക്ഷേ എൻ്റെ ഉമ്മാക്ക് നോമ്പാണല്ലോ, ഉമ്മ പട്ടിണി കിടക്കുകയാണല്ലോ. എന്നെ പെറ്റ വയറ് കാലിയായി കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ വയറ് നിറക്കോടാ? അവൻ്റെ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടു. അവൻ തുടർന്നു, സത്യം പറയാലടാ, സിയാദിന്റെ ആ വാക്കുകൾ എൻ്റെ എത്രയോ ദിവസത്തെ ഉറക്കം കളഞ്ഞിരുന്നു. ഇങ്ങനെ ഒരു മനുഷ്യൻ അവൻ്റെ ഉമ്മാനെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലടാ. അവൻ്റെയും എൻ്റെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞങ്ങൾ പിന്നീട് കുറേ സമയം ഒന്നും മിണ്ടാതെ നിൽക്കുകയും സന്ധ്യയോടടുത്തപ്പോൾ സിയാദിന്റെ വീടിന് നേരെ നടക്കുകയും ചെയ്തു. ആ ഉമ്മാനെ ജനാല വഴിയെങ്കിലും ഒന്ന് കാണാൻ എൻ്റെ ഹൃദയം വെമ്പി. ഒറ്റ നോക്ക് കണ്ടിട്ടു പോകാമെന്ന് കരുതി ഞങ്ങൾ അവിടേക്ക് നടന്നു. വഴിയിൽ വെച്ച് ഒരു വാക്കുപോലും പിന്നീട് ഞങ്ങൾ സംസാരിച്ചിരുന്നില്ല. 2 മനസ്സുകളും അത്രത്തോളം കലുഷിതമായിരുന്നു. കള്ളുകുടിയനും തെമ്മാടിയുമൊക്കെയായ ഒരുത്തനെ മാതൃസ്നേഹം നോമ്പുകാരനാക്കി മാറ്റുകയും അതിലൂടെ എല്ലാ ദുശീലങ്ങളും ഒഴിവാക്കി അവനൊരു ഉത്തമനായ മകനായി മാറുകയും ചെയ്തത് എങ്ങനെയെന്നത് ആഴത്തിൽ ചിന്തിച്ചപ്പോൾ എനിക്ക് കുളിരുകോരി. അങ്ങനെ ഞങ്ങൾ അവൻ്റെ വീടിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അയൽവാസികളെല്ലാം തെക്ക് വടക്ക് ഓടുന്നതാണ് ഞങ്ങൾ കണ്ടത്. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായതും ഞങ്ങൾ വേഗം വീടിന് നേരെ ഓടി. അന്നേരം ധൃതിയിൽ പുറത്തേക്കിറങ്ങി വന്നൊരു വൃദ്ധയോട് കൂട്ടുകാരൻ കാര്യം തിരക്കിയപ്പോൾ അവർ വിറച്ചുകൊണ്ട് പറഞ്ഞു, മരിച്ച പയ്യന്റെ തള്ളയ്ക്കും അനക്കമില്ല, തൊട്ടു നോക്കിയപ്പോൾ തണുത്ത് മരവിച്ചിട്ടുണ്ട്, മരിച്ചെന്നാണ് പറയുന്നത്. എൻ്റെ ഹൃദയം പൊട്ടുന്നത് പോലെ തോന്നി. റബ്ബേ, ഇതെന്താണ് ഇങ്ങനെ? 2 മരണം, ഒരു കാരണവുമില്ലാതെ പെട്ടെന്നൊരു ദിവസം 2 പേർ തണുത്തു മരവിച്ച് കിടക്കുന്നു. പെട്ടെന്നൊരു ദിവസം മുതൽ 2 പേരും ഒരുമിച്ച് മണ്ണിനടിയിൽ പൊതിച്ചു കിടക്കുന്നു. ആ ഉമ്മയുടെ മയ്യത്ത് കൂടി കാണാനുള്ള കരളുറപ്പ് എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ വേഗം വീട് ലക്ഷ്യമാക്കി ഓടി. ഓടുമ്പോൾ എനിക്കെൻ്റെ ഉമ്മാന്റെ മുഖം ഓർമ്മയിൽ തെളിഞ്ഞുകൊണ്ടേയിരുന്നു. ചെറിയൊരു പിണക്കം കാരണം മിണ്ടിയിട്ട് 3 മാസങ്ങളായി. എൻ്റെ ഹൃദയത്തിൽ രക്തം പടർന്നുകൊണ്ടേയിരുന്നു. ഞാൻ കുഴഞ്ഞ കാലുകളോടെ വീടിന് മുന്നിലെത്തുമ്പോൾ ഉമ്മറത്ത് കാല് നീട്ടി ഉമ്മ ഇരിപ്പുണ്ട്. ഓടിച്ചെന്ന് ആ കാലുകളിൽ മുറുകെ പിടിച്ച് ഞാൻ ആർത്തലച്ചു പെയ്തു. ഇടിവെട്ടി പെയ്തു, മിന്നലുകളോടെ പെയ്തു, നിർത്താതെ പെയ്തു. രചന അമീൻ ഖലീൽ. അവതരണം സാം ഷമീർ.